ഡ്രൈവർ ഉറങ്ങിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞു. MC റോഡിൽ പന്തളം കുരമ്പാലയിലാണ് സംഭവം. വീട്ടിലുണ്ടായിരുന്ന 4 പേരടക്കം 6 പേർക്കാണ് പരിക്ക് പറ്റിയത്. എൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ എനിക്ക് ജീവനോട് എൻ്റെ ദൈവം എനിക്ക് തന്നു. എനിക്കത് മാത്രം മതി. എൻ്റെ മോളും എൻ്റെ കൊച്ചുമക്കളും എൻ്റെ മരുമോനുമാണ്. എനിക്കത് മതി. ഈശ്വര, എൻ്റെ അച്ഛൻ എന്നെ കാത്തതാ. അങ്ങാര് താങ്ങിയതായി ഇത്രയും മാത്രം മതി. എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടും എന്നെ വിളിച്ചു, അമ്മമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മമ്മ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതുങ്ങളെ ആയിരുന്നു എടുക്കാൻ താമസിച്ചു പോയത്. എൻ്റെ ദൈവമേ, എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ. എനിക്ക് പിന്നെ ഞാൻ ജീവിച്ചിരുന്നുണ്ടെന്തോ ഫലം. എൻ്റെ ദൈവം തമ്പുരാൻ എൻ്റെ അച്ഛൻ എൻ്റെ കുഞ്ഞുങ്ങളെ എന്നെ കാത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരിച്ചു തന്നു. എനിക്കത് മതി. സംഭവ സ്ഥലത്തു നിന്നും CK അഭിലാലിന്റെ റിപ്പോർട്ട്. MC റോഡിൽ പന്തളത്തിനും അടൂരിനും മധ്യേ കുരമ്പാല പത്തിയിൽപ്പടിയിൽ പുലർച്ചെ 5:15 അപകടം. പന്തളം ഭാഗത്തു നിന്നും വന്ന ചരക്ക് ലോറി നിയന്ത്രണം തെറ്റി റോഡിന്റെ എതിർദിശയിലേക്ക് മറിയുകയായിരുന്നു. ഒരു വീടിന് മുകളിലേക്ക് മറിഞ്ഞ് ആ വീട് പരിപൂർണമായി തകർന്നു. വീടിനുള്ളിൽ 4 പേരുണ്ടായിരുന്നു. ആശാന്തുണ്ടിൽ രാജേഷ്, ഭാര്യ ദീപ, മക്കൾ 10 വയസ്സുകാരി മീനാക്ഷി, 5 വയസ്സുകാരി മീര എന്നിവരാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. അവരെ ഓടിക്കൂടിയ നാട്ടുകാരും പിന്നീട് ഫയർഫോഴ്സ് സംഘാംഗങ്ങളും എത്തി ഏറെക്കുറെ അരമണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് അവരെ പുറത്തെടുത്തത്. ആദ്യം പുറത്തെടുത്തത് രാജേഷിനെയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ പുറത്തെടുക്കാനായത് 10 വയസ്സുകാരി മീനാക്ഷിയാണ്. മീനാക്ഷിക്ക് പുറത്തേക്ക് എത്തിക്കുമ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല. പിന്നീട് പക്ഷേ പേര് ചൊല്ലി വിളിച്ചപ്പോൾ കുഞ്ഞ് കണ്ണു തുറക്കുകയും സംസാരിക്കുകയും ചെയ്തു എന്നുള്ളത് ആശ്വാസകരമാണ്. വാഹനത്തിൻ്റെ ഡ്രൈവർ തിരുവനന്തപുരം സ്വദേശി സജീവാണ്. ഒപ്പമുണ്ടായിരുന്നത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള അനന്തു. ഇരുവരും വാഹനത്തിൻ്റെ മുൻവശത്തെ ഗ്ലാസ് പൊളിച്ച് പുറത്ത് എത്തി പിന്നീട് ആംബുലൻസിൽ കയറുകയാണ് ഉണ്ടായത്. 6 പേരെയും അടൂർ ജനറൽ ആശുപത്രിയിലാണ് എത്തിച്ചിട്ടുള്ളത്. അവരുടെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നമില്ല എന്നുള്ളതാണ് ആശ്വാസകരം. ഈ അപകടം നടക്കുന്ന സമയത്ത് വീടിന് പുറത്ത് എതിർ വീട്ടിൽ ഉണ്ടായിരുന്ന ആളാണ് സണ്ണിച്ചായൻ. വലിയ ശബ്ദം കേട്ട് അപ്പോൾ തന്നെ ഉറപ്പിച്ചു. അതെ, കാരണം ഇതൊരു അപകട മേഖല ആയതുകൊണ്ട് ഏത് ശബ്ദം കേട്ട് കഴിഞ്ഞാലും ഉടനെ ഞങ്ങൾ റോഡിലിറങ്ങുക പതിവുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഞങ്ങളും നാട്ടുകാരായിട്ടുള്ള ഞങ്ങളെല്ലാവരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുക പതിവുണ്ട്. അപ്പോൾ അപകടം കേട്ടപ്പോൾ ഞങ്ങൾ ഉണർന്നു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ശബ്ദം കേട്ടു. അപ്പോൾ തന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് പുകപടലങ്ങളും മണ്ണും മാത്രമേ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്കറിയാം ഇത് അപകടമാണെന്ന്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് പോലും തിരിച്ചറിയുന്നതിന് മുൻപ് ഞങ്ങൾ ഇതിനകത്ത് പ്രവേശിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ഉണ്ടായത്. തകർന്ന വീട്ടിൽ നിന്ന് ആളുകൾ ഏത് ഭാഗത്താണ് എന്ന് കണ്ടെത്തി അവരെ പുറത്തെത്തിക്കാൻ ഉടമസ്ഥൻ പറഞ്ഞു, കുട്ടികൾ ഈ ഭാഗത്താണ് കിടക്കുന്നതെന്ന് അവന് പറയാൻ സാധിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗം കേന്ദ്രീകരിച്ചിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഞങ്ങളെല്ലാവരും കൂടി വെളുപ്പിന് സമയമായതുകൊണ്ട് ലൈറ്റില്ല, മൊബൈലിൻ്റെയും ടോർച്ചിൻ്റെയും വെളിച്ചത്തിലാണ് ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വീടിൻ്റെ മറ്റൊരു ഭാഗം ഇടിഞ്ഞു വീഴുകയുണ്ടായി. അവിടെ നിന്നൊക്കെ ഞങ്ങൾ ചാടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഏതായാലും കുഞ്ഞുങ്ങൾക്ക് ജീവന് അപായമില്ലാതെ രക്ഷപ്പെടുത്തുവാൻ സാധിച്ചു. വാഹനത്തിൽ 2 പേരുണ്ടായിരുന്നത് സജീവും അനന്തും. അവരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നു? കാരണം ഞങ്ങൾ ഈ പിള്ളേരെ രക്ഷിച്ചതിന് ശേഷം ഡ്രൈവറെ നോക്കിയായിരുന്നു. ഇവിടെ അവരെ കണ്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവരെന്തായാലും മാറി നിൽക്കുമെന്ന്. പക്ഷേ പെട്ടെന്ന് ആംബുലൻസ് വന്നപ്പം അവർ തന്നെ നടന്നു വരികയായിരുന്നു.